ഹലോ കൂട്ടുകാരെ, ശൈത്യകാലത്ത് ത്വക്ക് പൊട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്ന് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള കൗതുകകരമായ കാര്യങ്ങൾ വീണ്ടും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ശരീരത്തിലെ ബാഹ്യപാളിയാണ് ത്വക്ക്. ശരീരത്തിൽ നിന്നുമുള്ള ക്രമാതീതമായ ജലനഷ്ടം തടയുക, രോഗാണുക്കളെ ചെറുക്കുക, അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും മറ്റും ശരീരത്തിന് സംരക്ഷണമേകുക മുതലായവയാണ് ത്വക്കിൻ്റെ ധർമ്മങ്ങൾ. സാധാരണഗതിയിൽ ത്വക്ക് മിനുസമുള്ളതാകുന്നു. എന്നാൽ മഞ്ഞുകാലത്ത് തൊലി വരണ്ട് പൊട്ടിത്തുടങ്ങുന്നു. ചുണ്ട്, കവിൾ തുടങ്ങിയ കനം കുറഞ്ഞ തൊലിയുള്ള ഭാഗങ്ങളാണ് ഇതിനു കൂടുതൽ വിധേയമാകുന്നത്. എപ്പിഡെർമിസ്, ഡെർമിസ് എന്നിങ്ങനെ രണ്ടു പാളികൾ ചേർന്ന ത്വക്കിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി പ്രവർത്തനരഹിതമായ സെല്ലുകളാണ്. ഇത് കടുപ്പമുള്ള ഒരു രക്ഷാകവചമായി വർത്തിക്കുന്നു. അതിനടിയിലാണ് ചർമ്മം. ഇതിന് ബാഹ്യപാളിയെ അപേക്ഷിച്ച് കനം കൂടുതലുണ്ട്. ഈ പാളിയിൽ എണ്ണഗ്രന്ഥികൾ ഉണ്ട്. ഈ ഗ്രന്ഥികളിൽ നിന്നും സ്രവിക്കുന്ന എണ്ണ രോമങ്ങൾ വഴി പുറത്തുവന്ന് ത്വക്കിലാകെ വ്യാപിക്കുന്നു. വിയർപ്പ് ഗ്രന്ഥികൾ ആരംഭിക്കുന്നതും ഈ പാളിയിൽ നിന്നാണ്. ഈ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പ് കണങ്ങൾ ത്വക്കിലുള്ള ചെറുരത്നങ്ങൾ വഴി പുറത്തുവരുന്നു. ഇപ്രകാരം എണ്ണയും വിയർപ്പും ചേർന്ന ഒരു മിശ്രിതത്താൽ പൂശപ്പെട്ടിരിക്കുന്നതിനാൽ ത്വക്ക് മൃദുവും മിനുസമുള്ളതും ആയിത്തീരുന്നു. ഇത് ത്വക്കിൽ നിന്നുമുള്ള ജലനഷ്ടം തടയുന്നത് മൂലം ത്വക്ക് ഉണങ്ങി വരണ്ടു പോകാതെയിരിക്കുന്നു. മഞ്ഞുകാലത്ത് അന്തരീക്ഷം തണുത്തതും വരണ്ടതുമാണ്. പ്രത്യേകിച്ച് സമുദ്രതീരത്തു നിന്നും അകന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ സ്വാഭാവികമായും നാം അധികം വിയർക്കുന്നില്ല. ചുറ്റുപാടും വരണ്ട അന്തരീക്ഷമാകയാൽ ത്വക്കിലുള്ള എണ്ണയും വിയർപ്പും പെട്ടെന്ന് ബാഷ്പീകരിക്കുന്നു. അപ്പോൾ ത്വക്ക് ഉണങ്ങി വരണ്ടു പോകുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇത് ഒഴിവാക്കാൻ ദേഹത്തിൽ എണ്ണയും വാസലൈനോ ഇടയ്ക്കിടെ പുരട്ടിക്കൊണ്ടിരുന്നാൽ ത്വക്ക് വിണ്ടുപോകുകയില്ല. നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടമായോ? ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വിഷയങ്ങളും രസകരമായ വിഷയങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. വീണ്ടും കാണും വരെ നന്ദി.